അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا وكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا فذوقوا فلن نزيدكم إلا عذابا صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആൻ പഠനത്തിലേക്ക് ഹാർദമായ സ്വാഗതം. സർവശക്തനായ അല്ലാഹു അവൻ്റെ പരിശുദ്ധമായ ആയത്തുകൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാൻ, അതിനനുസരിച്ച് ജീവിതം നയിക്കുവാനും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. 78-ാം അധ്യായമായ അന്നബയിലെ 17 മുതൽ 30 വരെയുള്ള ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്തിരിക്കുന്നത്. നേരത്തെ നാം പറഞ്ഞതുപോലെ ഈ അധ്യായം കൈകാര്യം ചെയ്യുന്ന വിഷയം പരലോകമാണ്. മനുഷ്യൻ്റെ മരണത്തിന് ശേഷമുള്ള അവസ്ഥകൾ എന്തായിരിക്കുമെന്ന് ഈ ലോകത്തെ മനുഷ്യർക്ക് വളരെ കൃത്യമായ ഒരു ധാരണ നൽകുന്ന ഒരു അധ്യായമാണ് സൂറത്തുൻ നബ. അതിലെ ആദ്യ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തത് മരണാനന്തര ജീവിതത്തിലേക്ക് ബുദ്ധിയുള്ള മനുഷ്യരുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടുള്ള ചില ആയത്തുകളാണ്. എന്ത് പേരിലാണ് ഈ പരലോകത്തെ നിങ്ങൾ നിഷേധിക്കുന്നത്? പരലോകത്തെ തള്ളിക്കളയുവാൻ എന്ത് ന്യായമാണുള്ളത് എന്ന് ചില ദൃഷ്ടാന്തങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ചോദിച്ചതാണ്. ഇനി ആ ദിവസങ്ങളിൽ ആളുകൾ അനുഭവിക്കുന്ന ചില അനുഭവങ്ങൾ പച്ചയായി അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. ആ യാഥാർത്ഥ്യം, അള്ളാഹു അങ്ങനെ പറഞ്ഞു തരുന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുവാൻ സന്നദ്ധതയുള്ള ആളുകൾ തീർച്ചയായിട്ടും അവർ കൃത്യമായ ഭയം ഉണ്ടാവുന്ന വിധത്തിലുള്ള ആയത്തുകളാണ് ഈ ഭാഗത്ത് ഉൾക്കൊള്ളുന്നത്. നമുക്ക് അതിൻ്റെ പാരായണം ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ
യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅ്തൂന അഫ്വാജാ വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബാ വസുയ്യിറത്തിൽ ജിബാലു ഫകാനത് സറാബാ ഇന്ന ജഹന്നമ കാനത് മിർസ്വാദാ ലിത്വാഗീന മആബാ ലാബിസീന ഫീഹാ അഹ്ഖാബാ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ ഇല്ലാ ഹമീമൻ വഗസ്സാഖാ ജസാഅൻ വിഫാഖാ ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ വകസ്സബൂ ബിആയാതിനാ കിസ്സാബാ വകുല്ല ശൈഇൻ അഹ്സൈനാഹു കിതാബാ ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബാ. പരലോകത്തെ സംബന്ധിച്ച അനുഭവിക്കാൻ പോകുന്ന സത്യനിഷേധികൾക്ക് ഒരുക്കി വച്ചിരിക്കുന്ന നരക ശിക്ഷയെ സംബന്ധിച്ച വളരെ കൃത്യമായ ചില സൂചനകൾ ഈ ആയത്തുകൾ നൽകുന്നു. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത, തീർച്ചയായും വിധി ദിനം, യൗം ദിനം, ദിവസം, അൽ ഫസുൽ വിധി തീർപ്പിൻ്റെ, കാര്യങ്ങൾ വേർതിരിക്കുന്ന, വിധി കൽപ്പിക്കുന്ന ദിവസം, വിധി ദിനം. ഇന്ന യൗമൽ ഫസുൽ കാന മീഖാത, അത് സമയം നിശ്ചയിക്കപ്പെട്ടതാണ്, സുനിർണിതമാണ്, സമയനിർണിതമാണ്. എനിക്കറിയില്ല, നിങ്ങൾക്കാർക്കും അറിയില്ല എപ്പോഴാണ് സമയമെന്ന്, പക്ഷേ നിശ്ചയിക്കപ്പെട്ട സമയമുണ്ട്. അത് ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത. ആളുകൾ തർക്കിച്ചു കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു, പക്ഷെ അത് യാഥാർത്ഥ്യമാണ്, ഡേറ്റ് ഫിക്സ് ചെയ്തതാണ്. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅ്തൂന അഫ്വാജാ. നൂറ്റാണ്ടുകളായിട്ട് ഈ ഭൂമിയിൽ ലയിച്ചു ചേർന്ന മനുഷ്യർ, മണ്ണായി കഴിഞ്ഞ ഇതിൻ്റെ ഭാഗമായി മാറിയ മനുഷ്യർ, ചില ആളുകളൊക്കെ മൃതദേഹത്തെ ദഹിപ്പിച്ച് കളഞ്ഞ് ചാരമാക്കി നദികളിൽ ഒഴുക്കിയിട്ടുണ്ടാവാം. ഏതൊക്കെ അർത്ഥത്തിൽ ഈ ഭൂമിയിലേക്ക്, ഈ പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേർന്ന് ഇല്ലാതായോ അവരൊക്കെ എഴുന്നേറ്റ് വരുന്ന ദിവസത്തെ സംബന്ധിച്ച് പറയുകയാണ്. യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅ്തൂന അഫ്വാജാ. നഫഖ എന്ന് പറഞ്ഞാൽ ഊതി എന്നാണ് അർത്ഥം. യൗമ യുൻഫഖു ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം, സൂർ എന്ന കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം. ഫതഅ്തൂന അഫ്വാജ, അതാ യഅതി, തഅ്തൂൻ നിങ്ങൾ വരും, അപ്പോൾ നിങ്ങൾ വരും, അഫ്വാജ കൂട്ടമായി, ഒന്നായിട്ട് ഇങ്ങോട്ട് എഴുന്നേറ്റ് വരും. ഫതഅ്തൂന അഫ്വാജ ഇലാ റബ്ബിഹിം യൻസിലൂൻ എന്ന് സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട്. തങ്ങളുടെ റബ്ബിലേക്ക് അങ്ങോട്ട് ചെല്ലുകയാണ്, എല്ലാവരും വിളികേട്ട സ്ഥലത്തേക്ക് വരുന്നു. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പുനരുത്ഥാനം, അവസാന കാഹളത്തിലെ ഊതപ്പെടുന്ന സന്ദർഭത്തിൽ മുഴുവൻ ആളുകളും അങ്ങനെ എഴുന്നേൽക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ, ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ, ഈ ഭൂമിയിലേക്ക് മഴ വർഷിക്കുമ്പോൾ വെള്ളം ഈ ഭൂമിയിൽ തട്ടുന്ന സമയത്ത് കാണാം അതുവരെ ഇല്ലാതിരുന്ന അവിടുത്തെ ചെടികളൊക്കെ അങ്ങനെ പുറത്തേക്ക് വരുന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ, അതാ പലജാതി സസ്യങ്ങൾ. അതേപോലെ യൗമത് യുൻഫഖു ഫിസ്സൂർ ഫതഅ്തൂന അഫ്വാജ, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം നിങ്ങളെല്ലാവരും കൂട്ടങ്ങളായിട്ട് വന്നെത്തും. വഫുതിഹത്തിസ് സമാഉ ഫകാനത് അബ്വാബാ, നേരത്തെ പറഞ്ഞു ഈ ആകാശത്തെ സംബന്ധിച്ച്. വബനൈനാ ഫൗഖകും സബ്അൻ ശിദാദ, നിങ്ങളുടെ മുകളിൽ 7 സുശക്തമായ വാനങ്ങൾ ഒരുക്കി എന്ന്, കോട്ടകൾ ഒരുക്കി എന്ന്.
ആ കോട്ടകൾ ഇപ്പോൾ എന്തായി തീരും എന്നാണ് പറയുന്നത്. വഫുതിഹത്തിസ് സമാ, ആകാശം തുറക്കപ്പെടുന്നു. ഫുതിഹ, ഫതഹ എന്നുള്ളതിൻ്റെ മജ്ഹൂലാണ് ഫുതിഹ. വഫുതിഹത്തിസ് സമാ, ആകാശം തുറക്കപ്പെടുകയാണ്. ഫകാനത്ത് അബ്വാബ, അങ്ങനെ അതതാ വാതിലുകളായി. അബ്വാബ്, ബാബ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അബ്വാബ്. അത് ആകാശം അതാ വാതിലുകളായിട്ട്, കവാടങ്ങളായിട്ട്, ഗേറ്റുകളായി മാറി. നേരത്തെ പറഞ്ഞത് കോട്ടയാ. കോട്ട എന്ന് പറഞ്ഞാൽ കവാടങ്ങളേ ഇല്ല, വളരെ അപൂർവം. അതിലേക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല, അവിടുന്ന് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. ആ കോട്ടകളൊക്കെ ഇപ്പോൾ ഇതാ തുറന്ന് അതിൻ്റെ എല്ലാ ശക്തിയും അതിൻ്റെ എല്ലാ കെട്ടുറപ്പും നഷ്ടപ്പെട്ട് വാതിലുകളായി മാറി. അതിൻ്റെ ആശയം എന്താണ് എന്ന് വേറെ പല സൂറകളിലും അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട്. അള്ളാഹു അവിടെ സൂചിപ്പിച്ചത് നക്ഷത്രങ്ങളൊക്കെ ഉതിർന്നു വീഴുന്നു. ഇദൻ നുജൂമുൻ കദറത്ത്, ആകാശത്തുള്ള നക്ഷത്രഗോളങ്ങളൊക്കെ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഉതിർന്നു വീഴുന്ന ഒരു സന്ദർഭമെന്ന്. ഇവിടെ പറയുന്നത് വഫുതിഹത്തിസ് സമാഉ ഫകാനത്ത് അബ്വാബ, ആകാശം തുറക്കപ്പെടും. ഫകാനത്ത് അബ്വാബ, അങ്ങനെ അത് വാതിലുകളായി മാറുകയാണ്. ഫകാനത്ത് അബ്വാബ. വസുയ്യിറത്തിൽ ജിബാലു ഫകാനത്ത് സറാബാ, ജിബാൽ നേരത്തെ വന്നു. അവിടെ പറഞ്ഞത് വൽ ജിബാല ഔതാദ, ആണികളായിട്ട് ഉറപ്പിച്ച പർവ്വതങ്ങൾ. ആ പർവ്വതങ്ങൾ സുയ്യിറ, ഇവിടെ പറയുന്നു സുയ്യിറത്തിൽ ജിബാൽ. സുയ്യിറ എന്ന് പറഞ്ഞാൽ ചലിപ്പിക്കപ്പെടുക, അതിനാരോ തെളിച്ച് കൊണ്ടുപോവുകയാണ്. സുയ്യിറത്തിൽ ജിബാൽ, പർവ്വതങ്ങളൊക്കെ ചലിപ്പിക്കപ്പെടും. ഫകാനത്ത് സറാബാ, അങ്ങനെ അത് സറാബ്, മരീചികയായി മാറും. കാനൽ ആയിത്തീരുന്ന സറാബ്, മരീചിക, മരുഭൂമിയിൽ അനുഭവപ്പെടുന്ന മിഥ്യയായ സംഗതിയാണ് മരീചിക എന്ന് പറയുന്നത്. തോന്നലാണ് കാനൽ എന്ന് പറയുന്നത്. എല്ലാം ഒക്കെ വെളിമ്പ്രദേശം പോലെ ആയിത്തീരും. കാനത്ത് സറാബ, പർവ്വതങ്ങളൊക്കെ തട്ടി നിരത്തി ധൂളികളാക്കി അതിനെ പറപ്പിച്ചു കളയുന്ന, നമുക്കറിയാവുന്ന ഒരു കൊച്ചു സൂറത്തുൽ ഖാരിയ. അതിൽ പറയുന്നുണ്ടല്ലോ, യൗമ യകൂനുന്നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്. പർവ്വതങ്ങൾ അന്ന് കടഞ്ഞെടുക്കപ്പെട്ട പഞ്ഞി പോലെ, രോമങ്ങൾ പോലെ പാറിപ്പറക്കുന്ന എന്ന് പറഞ്ഞാൽ അതിന് ആണി പോലെ അടിച്ചുറപ്പിച്ചിരുന്ന പർവ്വതങ്ങളാണ് ധൂളികൾ പോലെ പറന്നുയരുന്നത്. വകാനത്തിൽ ജിബാലു വസുയ്യിറത്തിൽ ജിബാലു ഫകാനത്ത് സറാബ, പർവ്വതങ്ങൾ ചലിപ്പിക്കപ്പെടും, അത് കാനലായി മാറും എന്ന്. ഇന്ന ജഹന്നമ കാനത്ത് മിർസ്വാദാ, അന്ന് സംഭവിക്കുന്ന ഭയാനകമായ ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇനി പറയുന്നത് നരകം എന്ന യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ നരകത്തെ സംബന്ധിച്ച്, സ്വർഗത്തെ സംബന്ധിച്ചും നിരവധി സ്ഥലങ്ങളിൽ അള്ളാഹു അടിക്കടി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിൽ ലഭിക്കുന്ന, നരകത്തിൽ ലഭിക്കുന്ന കടുത്ത ശിക്ഷകളെ സംബന്ധിച്ച് ഓരോ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ ശിക്ഷകളെ സംബന്ധിച്ച് അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ പരലോക നിഷേധികളുടെ മുമ്പാകെ അള്ളാഹു ശക്തമായ ഭാഷയിൽ അവരുടെ മനസ്സിനെ ഇളക്കുന്ന വിധത്തിൽ പറയുകയാണ്, ഇന്ന ജഹന്നമ കാനത്ത് മിർസ്വാദാ, തീർച്ചയായും നരകം കാനത്ത് മിർസ്വാദ, അത് ഒരു പതിസ്ഥലമാണ്. മിർസ്വാദ് എന്നുള്ള വാക്കാണ്. പതിസ്ഥലം എന്ന് പറഞ്ഞാൽ പതിയിരിക്കുക, ഒളിഞ്ഞിരിക്കുക. എന്തിനാ പതിയിരിക്കുന്നത്? ഞാൻ പ്രതീക്ഷിക്കുന്ന എൻ്റെ ഒരു ശത്രുവുണ്ട്, അയാളെ പിടിക്കാൻ ഞാൻ തക്കം പാർത്തിരിക്കുകയാണ്. പക്ഷേ അയാൾ ഒരിക്കലും അറിയില്ല, അറിയാത്ത ഒരു സ്ഥലത്ത് മാറി നിൽക്കുക. അതിനാണ് പതിസ്ഥലം എന്ന് പറയുന്നത്. ആ ശത്രു ഒരിക്കലും വിചാരിക്കൂല എന്നതാ ഇപ്പോൾ ഇവിടുന്ന് പിടികൂടും. അങ്ങനെയാണെങ്കിൽ അയാൾ ആ വഴിയെ പോവില്ലായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് ഇതാ അകപ്പെടാൻ പോവുകയാണ്. അതുപോലെയാണ് നരകം. ഇവിടെ കുടിച്ച് കൂത്താടി ഒരു തരത്തിൽപ്പെട്ട നിയന്ത്രണങ്ങൾക്കും വിധേയനാവാതെ തോന്നിവാസിയായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ, അറിയുക, നിന്നെ കാത്ത് ഇതാ നരകം കിടക്കുന്നു. ഏത് സന്ദർഭത്തിലും നിന്റെ വഴിയിലുണ്ടത് പതിസ്ഥലം. നീ അറിയുന്നില്ല, ഒരു പതിസ്ഥലത്തേക്ക്, ഒരു ശത്രുവിൻ്റെ മുമ്പിലേക്ക്,
ഒരു മഹാപരാജയത്തിലേക്കാണ്, ഒരു മഹാഗർത്തത്തിലേക്കാണ് ഞാൻ ചാടാൻ പോകുന്നതെന്ന് നീ അറിയുന്നില്ല. ഇത് മിർസ്വാദ്, പതിസ്ഥലമാണ്. അള്ളാഹു നരകത്തെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. ഇന്ന ജഹന്നമ കാനത് മിർസ്വാദാ. തീർത്തും ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് പതിസ്ഥലമാണ് നരകം. ലിത്വാഗീന മആബാ. ത്വാഗീൻ, ത്വഗാ എന്ന് പറഞ്ഞാൽ അതിക്രമം കാണിച്ചു, ധിക്കാരം പ്രവർത്തിച്ചു എന്നർത്ഥം. യത്വഗാ കല്ലാ ഇന്നൽ ഇൻസാന ലയത്വഗാ അർആഹു ഇസ്തഗ്നാ ഇന്ന ഇലാ റബ്ബിക റുജ്ആ. ആദ്യമായിട്ട് തന്നെ പ്രവാചകന് വഹി ലഭിച്ച കൂട്ടത്തിൽ സൂറത്തുൽ അലഖ്, ആ സൂറത്തുൽ അലഖിലെ ആയത്തുകളാണ് ഇവിടെ ഉദ്ധരിച്ചത്. മനുഷ്യനെ സംബന്ധിച്ച് കല്ലാ ഇന്നൽ ഇൻസാന ലയത്വഗാ. മനുഷ്യൻ ത്വഗാ, അതിരുവിട്ട് പ്രവർത്തിക്കുകയാണ്. പരിധിയൊന്നുമില്ല, നിയന്ത്രണമൊന്നുമില്ല. ആരും എന്നെ കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങളാരും പറയണ്ട എന്നാണ്. അർആഹു ഇസ്തഗ്നാ. എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ഒരു നിലപാടിലെത്തിയെന്ന് വെച്ചാൽ, എനിക്ക് ഞാൻ തന്നെ മതി, എൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല, അങ്ങനെ ഒരു കാര്യത്തിൽ എൻ്റെ കാര്യത്തിനൊക്കെ ഞാൻ പോന്നവനാണ്, ഞാൻ തന്നെ മതി എന്നുള്ള ധാരണയാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു, അത്തരത്തിൽ തനിക്ക് താൻ തന്നെ മതി എന്ന് വിചാരിച്ച് ഒരു തരത്തിൽപ്പെട്ട നിയന്ത്രണങ്ങൾക്കും വിധേയനാവാതെ താന്തോന്നിയായി ജീവിച്ച മനുഷ്യർക്ക് ലിത്വാഗീന മആബാ, അവർക്കുള്ള മആബാണ് നരകം. മആബ് എന്ന് പറഞ്ഞാൽ സങ്കേതം, മടങ്ങിച്ചെല്ലാനുള്ള സ്ഥലം. വല്ലാത്ത ആസ്വാദനം. ഈ ദുനിയാവിൽ ഈ ഭൗതിക ജീവിതത്തെ വളരെ ആർഭാടപൂർവം ആസ്വാദനപൂർവം അനുഭവിച്ചു തീർത്ത മനുഷ്യർ മടങ്ങിച്ചെല്ലുക അവിടേക്കാണ്. ലിത്വാഗീന മആബ, ഈ ധിക്കാരികൾക്കുള്ള സങ്കേതമാണ് നരകം. ഇന്ന ജഹന്നമ കാനത് മിർസ്വാദ ലിത്വാഗീന മആബ ലാബിസീന ഫീഹാ അഹ്ഖാബ. അവരവിടെ താമസിക്കും. ലാബിസീൻ, ലബിസ എന്ന് പറഞ്ഞാൽ താമസിച്ചു, വസിച്ചു. ലാബിസീൻ, അവരവിടെ വസിക്കുന്നവരാണ്. ഫീഹാ, അവിടെ. അഹ്ഖാബ, അഹ്ഖാബ്, ഹഖബ് എന്ന് പറഞ്ഞാൽ ഘട്ടം, യുഗം എന്നൊക്കെയാണ് അർത്ഥം. ഘട്ടങ്ങൾ, യുഗാന്തരങ്ങൾ, ധാരാളം കാലം, ദീർഘകാലം. അഹ്ഖാബ്, കാലങ്ങളോളം എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അതിന് അറ്റമല്ല. ഒരു കാലം കഴിയുമ്പോൾ അടുത്ത് തുടങ്ങിയിട്ടുണ്ടോ, അടുത്ത് തുടങ്ങി, അവസാനമില്ലാതെ നിരന്തരമായ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടങ്ങൾ, കാലങ്ങളോളം അവരവിടെ താമസിക്കും. ലാബിസീന ഫീഹാ അഹ്ഖാബ ലാ യദൂഖൂന ഫീഹാ ബർദം വലാ ശറാബാ. ഈ ദുനിയാവുമായി തട്ടിച്ച് നോക്കുമ്പോഴാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ദുനിയാവിൽ മനുഷ്യൻ ഈ പരിധിയൊക്കെ ലംഘിക്കുന്നത് എത്ര ദിവസത്തേക്കാണെന്നറിയോ? അറിയില്ല, എനിക്കും അറിയില്ല, നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ദുനിയാവിലെ എൻ്റെ ജീവിതം എത്ര ദിവസത്തേക്കാണ് ഞാൻ ജീവിക്കുന്നതെന്ന് അറിയില്ല. ഞാൻ ചിലപ്പോൾ ഏറ്റവും നല്ലൊരു ആസ്വാദനങ്ങൾ തുടങ്ങി അതിലേക്ക് പ്രവേശിച്ചിട്ടേ ഉണ്ടാവുള്ളൂ, കുറച്ചേ കഴിയൂ. ചില ആളുകളുടെ ജീവിതകാലം നന്നായിട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കിയിട്ട് വലിയൊരു വീട് അങ്ങോട്ട് എടുക്കും. ആ വീടെടുത്തിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് ആ വീട്ടിൽ ഒരു രാത്രി പോലും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ലേ. എന്തൊക്കെ ആസ്വാദനങ്ങളാണ്. അങ്ങനെ ഇനി ആസ്വദിച്ചു എന്ന് തന്നെ വെക്കുക. എന്നാൽ എത്ര നാളാണ് ആസ്വദിക്കുന്നത്? പക്ഷേ നരകാഗ്നി എന്ന് പറയുന്നത്, നരകം എന്ന് പറയുന്നത് അത് അറ്റമില്ലാത്ത ആസ്വാദനമാണ്. അഹ്ഖാബ്, കാലങ്ങളുള്ള, യുഗങ്ങളായിട്ട് ആസ്വദിക്കേണ്ടതാണ്. ലാബിസീന ഫീഹാ അഹ്ഖാബ ലാ യദൂഖൂന ഫീഹാ ബർദം വലാ ശറാബ. ലാ യദൂഖൂൻ, ദാഖ യദൂഖു എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക, അനുഭവിക്കുക, രുചിക്കുക എന്നൊക്കെയാണ്. ലാ യദൂഖൂന ഫീഹാ, ആ നരകത്തിൽ അവർ ആസ്വദിക്കുന്നില്ല, അവർ രുചിക്കുന്നില്ല, അനുഭവിക്കുന്നില്ല. ബർദൻ വലാ ശറാബ, ബർദ് കുളിര്, തണുപ്പ്. വലാ ശറാബ, ഒരു പാനീയവുമില്ല. വലാ ശറാബ, നല്ല വെള്ളം, കുടിക്കാനുള്ള വെള്ളം, അതുപോലെ ഏതെങ്കിലും കുറച്ചൊരു കുളിര്, ഒരു തണുപ്പ് അവിടെ ലഭ്യമല്ല. പിന്നെ എന്താണ് അവർക്ക് കിട്ടുക എന്ന് പറഞ്ഞു. ഇല്ലാ ഹമീമൻ വഗസ്സാഖ. ബർദ്, ഷറാബ്,
അതിന് നേരെ പകരമുള്ള വസ്തുക്കളാണ് പറഞ്ഞത്. ഹമീം, ഗസ്സാഖ്. ഹമീം അതിശക്തമായ ചുടുനീരാണ്, ചുട്ടുതിളച്ച വെള്ളത്തിനാണ് ഹമീം എന്ന് പറയുന്നത്. ഗസ്സാഖ് എന്ന് പറഞ്ഞാൽ ദുർനീരാണ്, ദുഷിച്ച നീര്. മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന വ്രണങ്ങൾ, ആ വ്രണങ്ങളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ചലവും ദുർനീരുമാണ് ഗസ്സാഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. ഇതാണ് അവിടെ കിട്ടുക എന്ന് ഓർക്കണം. നമ്മൾ ആരെ പറ്റിയാ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ദുനിയാവിൽ കോടിക്കണക്കിന് പണം കൊണ്ട് ഏറ്റവും സുഖകരമായി ജീവിച്ച, അയാൾ ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള പാനീയങ്ങൾ എവിടെ നിന്നൊക്കെയാണോ ലഭ്യമാവുക അവിടെ നിന്നൊക്കെ വരുത്തി കുടിച്ച മനുഷ്യർ ദൈവധിക്കാരികളായി ജീവിച്ചപ്പോൾ അവർക്ക് മടങ്ങിച്ചെല്ലാൻ അവർക്ക് ലഭിക്കുന്ന പാനീയത്തെ സംബന്ധിച്ചാണ് ഖുർആൻ പറയുന്നത്. ശ്രദ്ധിക്കണം നമ്മൾ. ഇല്ലാ ഹമീമൻ വഗസ്സാഖ, ചുട്ടുതിളച്ച ഒരു വെള്ളം എന്നാണ് ഹമീം എന്ന് പറഞ്ഞാൽ. അതിനെ സംബന്ധിച്ച് സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ടല്ലോ, അത് അവരുടെ മുഖത്തോട് അടുപ്പിക്കുമ്പോഴേക്ക് യശ്വിൽ വുജൂഹ്, മുഖത്തെ അത് കരിച്ചു കളയും. ബിഅസ ശറാബ്, എത്ര നീചമായ വെള്ളമാണത്, കടുത്ത ചൂട്, ചുട്ടുതിളക്കുന്ന വെള്ളം. അത് മുഖത്തേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിക്കുമ്പോൾ തന്നെ മുഖം കരുവാളിച്ചു പോകുന്നു, മുഖത്തെ കരിച്ചു കളയുന്നു. അത് ഇറക്കാൻ അയാൾ നിർബന്ധിതനാണ്. എത്ര അയാൾ ഒരു തുള്ളി വെള്ളം അകത്തേക്ക് ഇറക്കുമ്പോൾ എവിടെയൊക്കെയാണോ വെള്ളം സ്പർശിച്ചത് അതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഉരുകി അങ്ങോട്ട് കയറും. ഹമീം. രണ്ടാമത് പറഞ്ഞ് ഗസ്സാഖ് എന്നാണ്, ദുർനീര്. ഈ പാനീയത്തിൻ്റെ തന്നെ മറ്റൊരവസ്ഥയാണത്. അത് കുടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അത്രക്കും ദുർഗന്ധം വമിക്കുന്ന വൃത്തികെട്ടൊരു വെള്ളം. നമുക്ക് അറിയാം, മനുഷ്യൻ്റെ ശരീരത്തിലെ വ്രണങ്ങളിൽ നിന്ന് ഒഴുകുന്ന ചലം, ദുഷിച്ച നീര്, അതൊക്കെയാണ് ഗസ്സാഖ് എന്നാണ് പറയുന്നത്. അഴുക്കുചാല് കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ നടക്കുന്ന നമ്മുടെ പട്ടണത്തിലെ അഴുക്കുചാൽ. ആ അഴുക്കുചാലിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ തന്നെ അതിൻ്റെ മുകളിലിട്ട സ്ലാബ് ഭദ്രമല്ലെങ്കിൽ അതിൻ്റെ വാസന ഇങ്ങനെ അടിച്ച് കയറും. അതിൻ്റെ ഗന്ധം, അതിൻ്റെ ദുർഗന്ധം നമ്മുടെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നാണ്. അഴുക്കുചാലിലേക്കൊരു മനുഷ്യൻ വീണ് കഴിഞ്ഞാലോ, അഴുക്കുചാലിലെ ഒരു വെള്ളത്തെ സംബന്ധിച്ച് ആലോചിക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, പരലോകത്ത് നരകാവകാശികളായ മനുഷ്യർക്ക് കുടിക്കാൻ കൊണ്ടുപോയി കൊടുക്കുന്നത് ഇതാണ്, ഹമീമൻ വഗസ്സാഖ. ഇല്ലാ ഹമീമൻ വഗസ്സാഖ ജസാഅൻ വിഫാഖ. അത്രേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് പറയാണ് ജസാഅൻ വിഫാഖ. ഇതങ്ങനെ അവരെ ഇടങ്ങേറാക്കൊന്നുമല്ല. ജസാ, ഇത് പ്രതിഫലമാണ്. വിഫാഖ, യോജിച്ച, വളരെ ആപ്റ്റായ, അവർക്ക് ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും പറ്റിയ പ്രതിഫലമാണ് ഇത് എന്ന്. ഈ നരകത്തിലെ ശിക്ഷകൾ വേറെ പല സ്ഥലങ്ങളിൽ വേറെ പല രൂപത്തിൽ അല്ലാഹു വർണ്ണിച്ചിട്ടുണ്ട്. മനസ്സിനെ തട്ടുന്ന, വല്ലാതെ ആളുകളെ ഭയപ്പെടുത്തുന്ന തരത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. ഇവിടെ ഇത്ര പറഞ്ഞിട്ട് പറയാണ്, ഈ പ്രതിഫലം ഇത് അന്യായമല്ല, അനീതിയല്ല, ഇത് അവർക്ക് ചേർന്നതാണ്. ജസാഅൻ വിഫാഖ, അവർക്ക് യോജിച്ച പ്രതിഫലമാണ് ഈ നൽകുന്നത്. ജസാഅൻ വിഫാഖ. കാരണം എന്താ? ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ. എന്താ കാരണം? ഈ ലോകത്ത് ബുദ്ധിയുള്ള, ചിന്താശേഷിയുള്ള മനുഷ്യരുടെ മുമ്പാകെ നിരവധി തവണ പ്രവാചകന്മാർ വന്ന് കാര്യങ്ങൾ ബോധിപ്പിച്ചു. മനുഷ്യ, ഈ ലോകത്തെ ജീവിതത്തിന് ശേഷം മരണാനന്തര ജീവിതമുണ്ട്, പരലോകമുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞത്? ഏയ്, അതൊന്നും സംഭവിക്കൂല. ഇന്നഹും, തീർച്ചയായും അവർ, കാനൂ ലാ യർജൂന ഹിസാബ, ഈ ഹിസാബ്, ഒരു വിചാരണയെ അവർ പ്രതീക്ഷിച്ചിട്ടേയില്ല. ഇതാണ് ഒന്നാമത്തെ കാരണം. ഈ ശിക്ഷ അവർക്ക് യോജിച്ചതാണ് എന്ന് പറയാൻ ഒന്ന്, അവർക്ക് ഇങ്ങനെ ഒരു ധാരണയെ ഉണ്ടായിരുന്നില്ല. അതൊന്നും സംഭവിക്കൂല, അങ്ങനെ സംഭവമേ ഇല്ല. ലാ യർജൂന ഹിസാബ, ഹിസാബിനെ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ്, വിചാരണയെ പ്രതീക്ഷിച്ചിരുന്നില്ല. വകദ്ദബൂ ബിആയാതിനാ കിസ്സാബാ എന്ന് മാത്രമല്ല, അവർ ശക്തമായി തള്ളിക്കളഞ്ഞു. കദ്ദബൂ,
ബി ആയാത്തിന, നമ്മുടെ ആയത്തുകൾ. എന്തൊക്കെ ആയത്താണ് നമ്മൾ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു പറഞ്ഞത്? അള്ളാഹു പറഞ്ഞു ഇവനെ കൊണ്ട് വിശ്വസിക്കാൻ വേണ്ടിയിട്ട്, ഇവൻ്റെ തലക്ക് മുകളിലുള്ള ആകാശത്തെ സംബന്ധിച്ച്, ചുറ്റിലുമുള്ള പർവ്വതങ്ങളെ സംബന്ധിച്ച്, അള്ളാഹു ആകാശത്തു നിന്നും ഇറക്കിയ മേഘങ്ങളിൽ നിന്നും ഇറക്കിയ വർഷിപ്പിച്ച മഴയെ സംബന്ധിച്ച്, അത് മുഖേന അള്ളാഹു ഈ ഭൂമിയിൽ മുളപ്പിച്ച സസ്യങ്ങളെ സംബന്ധിച്ച്, തോട്ടങ്ങളെ സംബന്ധിച്ച് ഒക്കെ പറഞ്ഞു. പക്ഷേ കദ്ദബു, ഒക്കെ ഇവൻ നിഷേധിച്ചു. വകദ്ദബു ബി ആയാതിന കിദ്ദാബ, എല്ലാം ഒരു നിഷേധിക്കൽ അവൻ നിഷേധിച്ചു കളഞ്ഞു. അതാണ് ഈ ശിക്ഷ അവർക്ക് വേണ്ടത് തന്നെ എന്ന് അള്ളാഹു പറയാൻ കാരണം, ജസാഅം വിഫാഖ എന്ന് പറയാനുള്ള കാരണം വകദ്ദബു ബി ആയാതിന കിദ്ദാബ, അവർ ഈ നമ്മുടെ ആയത്തുകളെ വളരെ ശക്തമായി തള്ളിക്കളഞ്ഞു. വകുല്ല ശൈഇൻ അഹ്സൈനാഹു കിതാബാ, അതാണ് ആളുകൾ വിചാരിക്കുക അതൊക്കെ എങ്ങനെ ഇപ്പോൾ ഒരാൾ തള്ളിക്കളഞ്ഞാൽ എങ്ങനെയാ ഇതൊക്കെ ഇപ്പോൾ പടച്ചോനറിയാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അയാൾ പറ്റ ദൈവധിക്കാരിയായിരുന്നു, പരലോകത്തെ നിഷേധിച്ച മനുഷ്യനാ. അതൊക്കെ ഇപ്പോൾ എങ്ങനെയാ പിന്നെ എടുത്ത് ഓർമ്മ ഉണ്ടാവുക? അള്ളാഹു ഇവിടെ ഒരു റെക്കോർഡിനെ സംബന്ധിച്ച്, ഒരു രേഖയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു കിതാബ, എല്ലാ കാര്യങ്ങളും, കുല്ല ഷൈഇൻ എല്ലാ കാര്യങ്ങളും, അഹ്സൈനാഹു നാം രേഖപ്പെടുത്തുന്നുണ്ട്, നിജപ്പെടുത്തുന്നുണ്ട്. കിതാബ ഒരു ഗ്രന്ഥത്തിൽ നാം, ഒരു വല്ലാത്ത ഗ്രന്ഥമാണ് ഇത്. വേറെ പല സ്ഥലങ്ങളിലും ഖുർആൻ ഈ ഗ്രന്ഥത്തെ പറ്റി പറയുന്നുണ്ട്. സൂറത്ത് യാസീനിൽ അത് പറഞ്ഞിരിക്കുന്നത് അത് ഒരു ഇമാമിൻ മുബീന, ഒരു വളരെ സുവ്യക്തമായ ഒരു ഇമാം, ഒരു ഗ്രന്ഥത്തിൽ നാം അത് രേഖപ്പെടുത്തുന്നുണ്ട്. നാം മാ ഖദ്ദമു വ ആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ, അവർ പ്രവർത്തിച്ചതും ആ പ്രവർത്തനത്തിൻ്റെ പ്രതികരണങ്ങളും അതിൻ്റെ അനുരണനങ്ങളും അതിൻ്റെ ബാക്കി പത്രങ്ങളും ഒക്കെ രേഖപ്പെടുത്തുന്ന ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് ഈ രേഖ, അതിൽ രേഖപ്പെടുത്തപ്പെടാതെ ഒരു കാര്യവുമില്ല. ലോകത്ത് പലർക്കും പലതും എഴുതാം. ഇപ്പോൾ പ്രഗത്ഭരായ ആളുകളെ സംബന്ധിച്ച് ജീവചരിത്രം എഴുതാറുണ്ട്. ചിലപ്പോൾ ചില ആളുകൾ പറയും ഇത് സമ്പൂർണമായ ജീവചരിത്രമാണ്. എന്ത് സമ്പൂർണത അതിലുള്ളത്? ആ സമ്പൂർണത എന്ന് പറയുന്നത് ആ മനുഷ്യന് കാണാൻ കഴിഞ്ഞ, കേൾക്കാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് അയാളെ സംബന്ധിച്ച് സമ്പൂർണത എന്ന് പറയുന്നത്. സമ്പൂർണ്ണ ജീവചരിത്രം അള്ളാഹുവാണ് രേഖപ്പെടുത്തുക. അത് ഒരിക്കലും ഒരു നിമിഷം പോലും വിടാതെ, ഒരു നിമിഷം, അത് രഹസ്യമാവട്ടെ പരസ്യമാവട്ടെ, ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് അത് അറിഞ്ഞിട്ടുള്ളൂ, വേറെ ആരുമില്ല. അത് പക്ഷേ ഇതാ ഈ ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് സമ്മതിക്കാം. ഇപ്പോൾ രഹസ്യമായിട്ട് ഒറ്റയ്ക്ക് ആരുമില്ല എന്ന് വിചാരിക്കുന്ന സ്ഥലത്തൊക്കെ ക്യാമറ വെച്ച് പിടിക്കാറുണ്ടല്ലോ, അതുമല്ല. പക്ഷേ ക്യാമറകൾക്ക് പോലും ഒപ്പിയെടുക്കാൻ കഴിയാത്ത ഒരു കാര്യം കൂടി അതിലുണ്ട്. അത് മനുഷ്യൻ്റെ മനോവികാരങ്ങളാണ്. ആ പ്രവർത്തനം ചെയ്യുമ്പോൾ എൻ്റെ അവസ്ഥ എന്ത് എന്ന് അറിയുക. ഞാൻ പരസ്യമായിട്ടാണ് ഒരു പണി ചെയ്തതാ, ഒരു മനുഷ്യന് ഞാൻ വീട് നിർമ്മാണത്തിന് ഇതാ 10,000 രൂപ നൽകുക, എല്ലാവരും അറിഞ്ഞു, കണ്ടു, എല്ലാവരും എന്നെ മുക്തകണ്ഠം പ്രശംസിച്ചു, വല്ലാത്തൊരു സൽക്കർമ്മമാണ് നിങ്ങൾ ചെയ്തത്. പക്ഷേ ആ സൽക്കർമ്മമാണെന്ന് അവർ പറയുമ്പോഴും എൻ്റെ ഉള്ളിലുള്ള വിചാരമുണ്ട്. ആ പ്രവർത്തനം ചെയ്യുമ്പോൾ ആ വിചാരത്തെ ഇവർക്കാർക്കും വായിച്ചെടുക്കാൻ സാധിച്ചില്ല. പക്ഷേ അള്ളാഹു വായിച്ചു, അള്ളാഹു രേഖപ്പെടുത്തി, ഇതാണ് നിൻ്റെ വിചാരമെന്ന്. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു കിതാബ, ഒന്നും വിടാതെ വളരെ കൃത്യമായിട്ട് എല്ലാം നാം രേഖപ്പെടുത്തുന്ന പുസ്തകമുണ്ട്. പുസ്തകം എന്ന് പറയുമ്പോൾ നമ്മുടെ ചട്ടകയും പേപ്പറും ആയിക്കൊള്ളണമെന്നില്ല. പല രൂപങ്ങളുണ്ട് റെക്കോർഡിങ്ങിന്, പല രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കാര്യങ്ങളെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നത്. അത് ആധുനികമായി കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യർ പുതിയ പുതിയ റെക്കോർഡിംഗ് സംവിധാനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റേത് ഏറ്റവും മോഡേൺ ആണ്. ഒരിക്കലും തന്നെ ഏറ്റവും എല്ലാ കാലഘട്ടവും കഴിഞ്ഞാലും അത്രക്കും അള്ളാഹുവിൻ്റെ റെക്കോർഡിംഗ് സിസ്റ്റത്തെ വെല്ലുന്ന ഒരു റെക്കോർഡിംഗ് ഉണ്ടാവുകയില്ല. അതാണ് ഏറ്റവും ആധുനികം എന്ന് പറയുന്നത്. കുല്ല ഷൈഇൻ അഹ്സൈനാഹു കിതാബ ഫദൂഖു ഫലൻ നസീദകും ഇല്ലാ അദാബ, ഒരു താക്കീത. അതുകൊണ്ട് പരസ്പരം പരലോകത്തെ സംബന്ധിച്ച് തർക്കിച്ചു കൊണ്ടിരിക്കുന്ന, നിരന്തരമായിട്ട് ഇതിനെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ ഫദൂഖു, അതുകൊണ്ട് നിങ്ങൾ ആസ്വദിച്ചോളൂ. ഇപ്പോൾ ഫലൻ നസീദകും ഇല്ലാ അദാബ,
ഇന്ന് നാം നിങ്ങൾക്ക് അദാബല്ലാതെ, ശിക്ഷയല്ലാതെ വർദ്ധിപ്പിച്ചു തരികയില്ല. രക്ഷയില്ല, അവിടെ തന്നെ കടന്ന് അനുഭവിച്ചോളൂ, ശിക്ഷ മാത്രമേ കൂടൂ എന്നാണ് പരലോകത്ത് നരകത്തിലെറിയപ്പെട്ട മനുഷ്യരോട് അള്ളാഹു പറയുന്നത്. വളരെ ശക്തമായി നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങേണ്ട ആയത്തുകളാണ്. ഈ നരകാഗ്നിയിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ഉള്ള ബോധം നമുക്ക് ഉണ്ടായിത്തീരേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മാരകമായ ശിക്ഷകളിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു അനുഗ്രഹിച്ച സ്വർഗം നേടിയെടുക്കുന്ന യഥാർത്ഥ മുത്തഖികളായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ആയത്തുകൾ കൃത്യമായ രൂപത്തിൽ ശരിയായ വിധത്തിൽ മനസ്സിലാക്കുവാൻ, അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും നമ്മെ ഓരോരുത്തരെയും റബ്ബ് തുണക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.